ഗൈസ്, ഇന്ന് നമ്മൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഈ വ്ളോഗിൽ ഞാൻ നിങ്ങളോട് ലൈവ് Q&A ചെയ്തപ്പോഴും എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ആ Q&A നെറ്റ് കണക്ഷൻ്റെ പ്രോബ്ലം കാരണം എനിക്ക് വ്യക്തമായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ആ Q&Aയിൽ ഉണ്ടായിരുന്ന ചില ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ്റെ സക്സസ് സ്റ്റോറി, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് LOA ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്തത്, പിന്നെ ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്, ഇത് ഒക്കെ, പിന്നെ കുറച്ച് ഞാൻ മറ്റുള്ള എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വ്ളോഗ് എന്നോ നിങ്ങൾക്ക് ഡേ ഇൻ ലൈഫ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കാം. ഇത് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. നമ്മളുടെ ചാനലിൽ ഇതുവരെ വ്ളോഗ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വ്ളോഗുകൾ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും വ്ളോഗുകൾ ഇടാം. ഗൈസ്, ഇന്ന് നമ്മൾ എൻ്റെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മോർണിംഗ് റൂട്ടീനും പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷൻ റൂട്ടീൻ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ സാധിക്കും. മറ്റേ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടുള്ള വ്ളോഗ് നമ്മളുടെ പുതിയ വ്ളോഗിങ് ചാനലായ ഗ്രാറ്റിറ്റ്യൂഡ് വ്ളോഗ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് ഫ്രഷായി വന്നു. ഇനി ഞാനൊരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ്. മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം മറ്റുള്ള എൻ്റെ ഡെയിലി റൂട്ടീൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. മെഡിറ്റേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിലോ അല്ലെങ്കിൽ ഒരു കസേരയിലോ ഇരുന്ന് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കസേരയിലാണ് ഇരിക്കുന്നത്. കസേരയിൽ ഇരുന്ന ശേഷം ഞാൻ എൻ്റെ കണ്ണുകൾ സാവധാനത്തിൽ അടയ്ക്കുകയാണ്. ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയാണ്. സാവധാനത്തെ ശ്വാസം പുറത്തേക്ക് വിടുകയാണ്. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയാണ്. സാവധാനത്തെ ശ്വാസം പുറത്തേക്ക് വിടുകയാണ്. ഇപ്പം ഞാൻ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡും മോർണിംഗ് അഫർമേഷൻസും എഴുതാൻ പോവുകയാണ്. പിന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഈവനിങ് ഗ്രാറ്റിറ്റ്യൂഡും ഈവനിങ് അഫർമേഷൻസും ഞാൻ എഴുതാറുണ്ട്. മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡിൽ ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ ഉള്ള എല്ലാ ബ്ലെസ്സിങ്സിനെ കുറിച്ചും ആണ് മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡിൽ എഴുതാൻ പോകുന്നത്. ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിലും എഴുതാം. അത് കഴിഞ്ഞ് അഫർമേഷൻസ് ആയിട്ട് ഞാൻ സെൽഫ് ലവ് അഫർമേഷൻസും പിന്നെ എൻ്റെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന അഫർമേഷൻസും എഴുതാറുണ്ട്. അപ്പം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പോവാണ്. ഇപ്പം നമ്മൾ മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അഫർമേഷൻസ് എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഞാൻ LOA ആദ്യം പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഡെയിലി എഴുതാറുണ്ടായിരുന്നു.
ഇപ്പോഴാണെങ്കിൽ ഞാൻ അവധി ദിവസങ്ങളിൽ എഴുതാറുണ്ട്, അല്ലെങ്കിൽ സമയമുള്ളപ്പോൾ എഴുതാറുണ്ട്. മോർണിംഗ് തന്നെ എഴുതാറില്ല, ചിലപ്പോഴൊക്കെ എഴുതാറുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും ഈ മെഡിറ്റേഷനും നമ്മളെ റിസീവിങ് മോഡിലിരിക്കാനായിട്ട് എപ്പോഴും ഹെൽപ്ഫുള്ളാണ്. അത് നമ്മൾക്ക് നമ്മളുടെ ലക്ഷ്യങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഈ റിസീവിങ് മോഡിൽ ഇരിക്കാനുള്ള ഈ 3 കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ അല്ലെങ്കിൽ അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റ് ടെക്നിക്കുകൾ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായി നിങ്ങൾക്ക് സ്വയം അനുഭവിച്ച് അറിയാൻ സാധിക്കും. ഇത്രയുമാണ് എൻ്റെ മോർണിംഗ് ലോ ഓഫ് അട്രാക്ഷൻ റൂട്ടീൻ. ഇനി ഞാൻ കിച്ചണിലേക്ക് പോവുകയാണ്. അവിടെ ഫുഡ് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ ലഞ്ച് ഉണ്ടാക്കണം. അതിനുശേഷം പുറത്ത് പോകുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ അതെല്ലാം നമ്മളുടെ ഈ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മുടെ സെക്കൻഡ് ചാനലായ ഗ്രാറ്റിറ്റ്യൂഡ് വ്ളോഗ്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ആ വ്ളോഗും കൂടി കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എൻ്റെ വിഷൻ ബോർഡ് സക്സസ് സ്റ്റോറി കാണാം. ഇത് ഞാൻ 2019 ഉണ്ടാക്കിയ വിഷൻ ബോർഡാണ്. വെറും ചാർട്ട് പേപ്പറിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, പേരെഴുതിയിട്ടുണ്ട്, പിന്നെ എൻ്റെ ഗോൾസിൻ്റെ അഫർമേഷൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അകത്തായിട്ട് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം 10,000 സബ്സ്ക്രൈബേഴ്സ് ഓൺ യൂട്യൂബ് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഗോളാണ്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് എൻ്റെ ഒരു സക്സസ് സ്റ്റോറിയാണ്, വിഷൻ ബോർഡ്. പിന്നെ ഞാൻ ഒരു ട്രാവൽ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൊറോണ കാലമായതുകൊണ്ട് തന്നെ എങ്ങും ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇതുവരെ സക്സസ് ആയിട്ടില്ല. എന്നാലും ഉടനെ തന്നെ അത് നടക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് മറ്റൊരു വിഷൻ ബോർഡാണ്. ഇതിലും ഞാൻ കാണിക്കുന്നില്ല, ഇത് പേഴ്സണലാണ്. അപ്പം അതിലും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങൾ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കോമൺലി എൻ്റെ ഈ ഗോൾസ്, എൻ്റെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് ഉപയോഗിച്ചിരുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ബുക്കിനുള്ളിൽ, ഇതുപോലൊരു നോട്ട്ബുക്കിനുള്ളിൽ എൻ്റെ എന്തൊക്കെയാണ് എൻ്റെ ഗോൾസ് എന്ന ലക്ഷ്യങ്ങൾ എന്ന് എഴുതി വയ്ക്കും. ഒരു പ്രാവശ്യം മാത്രം എഴുതി വയ്ക്കും. അതിനുശേഷം ഞാൻ സ്ക്രിപ്റ്റിങ് ഒന്നും ചെയ്യാറില്ല. ആദ്യമൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പം ഞാൻ ചെയ്യാറില്ല. ഈ ലക്ഷ്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യും. അതിന് ആ ലക്ഷ്യത്തെ യോജിക്കുന്ന ചിത്രങ്ങൾ എടുത്ത് വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്ത് വെച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ണടച്ചിട്ട് നമ്മളുടെ ഉപബോധ മനസ്സിനെ ഉപയോഗിച്ചിട്ട് ആ നമ്മളുടെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ചിത്രം വരയ്ക്കുകയും ആ പേപ്പർ മടക്കി ഒരു എൻവലപ്പിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുകയും അത് കുറേ കാലം കഴിഞ്ഞ് നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും അതിൽ വരച്ചു വെച്ച കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഒരു ലക്ഷ്യത്തിന് നേടാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഈ റിസീവിങ് മോഡിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അതായത് മെഡിറ്റേഷൻ, ഡെയിലി അഫർമേഷൻ, ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ്, ഇത് 3ഉം ഞാൻ നിർബന്ധമായിട്ടും ഡെയിലി ചെയ്യാറുണ്ട്. ഇത് ഈ ഡയറിയാണ് ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ചാർട്ട് പേപ്പർ മേടിച്ച് വെച്ചേക്കുവാണ്. പിന്നെ അതിൽ ഒട്ടിക്കാനുള്ള 2020 വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാനുള്ള ചിത്രങ്ങളും ഒക്കെ പ്രിൻ്റ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ഒട്ടിച്ചിട്ട് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഞാനിത് ഫസ്റ്റ് വ്ളോഗാണെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസ്, എങ്ങനെ ഈ വ്ളോഗ് ഇമ്പ്രൂവ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ട്രൈപോഡ് സ്റ്റാൻഡാണ്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഒരു LOA ടെക്നിക്ക് ഉപയോഗിച്ചിട്ടില്ല. ഞാനിത് മനസ്സിലിങ്ങനെ പല യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോഴും അവർ വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്കിനും ട്രൈപോഡ് സ്റ്റാൻഡൊക്കെ കാണിച്ച്, അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു എനിക്ക് ഇതുപോലെ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതുപോലെ ഈ മറ്റൊരു കാര്യമാണ് റിംഗ് ലൈറ്റ്. റിംഗ് ലൈറ്റും യൂട്യൂബേഴ്സിന് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇതും ഞാൻ മനസ്സിൽ ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നിട്ട് ഞാൻ മറ്റൊരാവശ്യത്തിനായിട്ട് കടയിൽ പോയപ്പോഴത്തേനും ഈ 2 സാധനങ്ങളും കണ്ടു.
അപ്പം എനിക്ക് അന്നേരം തന്നെ മേടിക്കാൻ സാധിച്ചു. പിന്നെ ഞാൻ 2 വർഷമായിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോണിലായിരുന്നു. അപ്പോൾ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ മാസമാണ് പുതിയതായിട്ട് ക്യാമറ മേടിച്ചത്. ക്യാമറയിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ വ്ളോഗിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ഇതിൻ്റെ രണ്ടാമതായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അത് ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്തത്, ഇത് ക്യാമറയിലും. അപ്പോൾ നിങ്ങൾക്ക് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഇതാണ് എൻ്റെ LOA സക്സസ് സ്റ്റോറി. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ മറ്റൊരു വ്ളോഗിൽ ഇതുപോലെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഇപ്പം ഞാൻ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് അതിൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി കുറച്ച് സ്റ്റിക്കറുകളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോ, പിന്നെ ഈ ചാർട്ട് പേപ്പർ ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് 4 സെപ്പറേറ്റ് വിഷൻ ബോർഡുകളാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, അങ്ങനെ 4 എണ്ണമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ചാർട്ട് പേപ്പർ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ 4ആയിട്ട് കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കാനുള്ള ചാർട്ട് പേപ്പർ 4ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓരോന്നും ഹെൽത്ത്, വെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ്, ട്രാവല്. പിന്നെ ഞാൻ അത് ഒട്ടിക്കാനുള്ള ഗ്ലൂ, പല ടൈപ്പ് ഗ്ലൂ ഉണ്ട്, എല്ലാം റെഡിയാണ്. പിന്നെ പല ടൈപ്പ് എഴുതാനുള്ള പല കളറിലുള്ള പേനകളുണ്ട്. എന്നിട്ട് ഇനിയും ചെയ്യുന്ന ഓരോന്നിനും ഹെഡിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ഹെൽത്ത് എന്ന് കൊടുക്കാം. Life in a world that keeps changing. Think that it's progress you're making. Copy and paste pretty faces all the time. Pictures so perfect we play through. Only cause you set up the angle. Web that you weave got us tangled. Caught in what's before our eyes. Show off your fantasy reality. Whoa, that's yours, but I'll keep doing mine. You'll be living your good life. Catch a glimpse from the outside, then you see me now, see me now, see now. Don't need any timeline to prove that this is my life. I can see it now, see it now, see now. You'll be living your good life. Catch a glimpse of the outside, then you see me now, see me now, see me now. Don't need any timeline to prove that this is my life. I can see it now, see it now, see now. Beautiful people still make mistakes. It isn't perfection. What is it we chase? Bow for your ഇനി എനിക്ക് നിങ്ങളോട് അഫർമേഷൻ അക്കാഡമി എന്ന ഓൺലൈൻ സെൽഫ് ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇത് നമ്മൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു ഓൺലൈൻ സെൽഫ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് വേൾഡ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ട്രീ വേൾഡ് എന്ന ചാനലിൻ്റെ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് ഇതിൽ സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാൻ കഴിയുന്നത്. ചാനൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ചാനലിലെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ വീഡിയോയുടെ താഴെയായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ, അതിനടുത്തായിട്ട് ജോയിൻ എന്നുള്ള ഓപ്ഷൻ കാണും. ആ ജോയിൻ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ മെമ്പർഷിപ്പിൻ്റെ ഓപ്ഷൻ കാണാം. അതിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. 159 രൂപ മാത്രം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തികച്ചും ആ ചാനൽ മെമ്പറാകാം. ഗ്രാറ്റിറ്റ്യൂഡ് വേൾഡ് ചാനൽ മെമ്പറാകാം. ആ ചാനൽ മെമ്പർ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫർമേഷൻ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അവിടെ അവൈലബിൾ ആണ്. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒരു കോഡുണ്ട്. ആ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അഫർമേഷൻ അക്കാഡമിയിലെ മെമ്പറാകാം. അവിടെ നിങ്ങൾക്ക് LOA ഉപയോഗിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എല്ലാം നേടാൻ നിങ്ങളെ സഹായിക്കുന്ന റിസോഴ്സസ് അവൈലബിൾ ആണ്. ഹെൽത്ത് ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും, ഇത് ഏതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിലും അതിൽ നിങ്ങൾക്ക് സഹായകമായ ഒട്ടനവധി റിസോഴ്സുകൾ ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അതിനോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കമൻറ്റുകളായിട്ട് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. അത്
നിങ്ങൾ ഈ റിസോഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ഞങ്ങൾക്ക് ചെയ്തിട്ട് ഈ മെമ്പേഴ്സ് ഒള്ളി വീഡിയോ ആയിട്ട് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ലഭിക്കുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ ഞാൻ നിർത്തുന്നതിന് മുൻപ് എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾ ഇപ്പോൾ 3 പേരാണുള്ളത്. ഞാനും ഹസ്ബൻഡും മോനും. മറ്റുള്ളവരെല്ലാം നാട്ടിലാണുള്ളത്. ഞങ്ങളിപ്പോൾ ഉള്ളത് കുവൈറ്റിലാണ്.